അപ്പോൾ ഇത് മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സാമൂഹിക വിശകലനം, സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന ചാപ്റ്ററാണ് ഇന്ന് അപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുറിപ്പ് ഇങ്ങനെ തന്നേക്കുക. മഴക്കാലത്ത് നമ്മുടെ സാധാരണക്കാർക്കൊക്കെ വലിയ പണിയൊന്നും കാണത്തില്ല അല്ലേ? അപ്പം അതാണ് അതിനെ വെച്ച് പറഞ്ഞേക്കുക. മഴക്കാലം, നാട്ടിൽ ആർക്കും പണിയില്ല. ഞാൻ അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനം വാങ്ങാൻ അച്ഛൻ്റെ കൂടെ ഞാനും കടയിൽ പോയി. അച്ഛനെ കാണേണ്ട താമസം. മുമ്പ് സാധനം കടം വാങ്ങിയ വകയിൽ കുറേയേറെ പണം കൊടുക്കാനുണ്ടെന്ന് കടക്കാരൻ ഓർമ്മിപ്പിച്ചു. കയ്യിൽ കരുതിയ പണം അച്ഛൻ അദ്ദേഹത്തിന് നൽകി. അച്ഛൻ അന്ന് കുറേ വിഷമിച്ചു. 1 രൂപയ്ക്ക് പോലും എന്ത് വിലയാണ്? പണമില്ലാത്തതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം. എല്ലാം നേരെയാകാമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ മഴക്കാലത്തെ ഒരു അനുഭവം പറയുവാണ്. ടീച്ചറിന്റെ നിർദ്ദേശാനുസരണം ഒരു കുട്ടി ഇങ്ങനെ തയ്യാറാക്കിയ കുറിപ്പാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മുടെ സാധാരണക്കാർക്ക് വരുന്ന അവസ്ഥ എന്തൊക്കെയാണ്? മഴക്കാലത്ത് തൊഴിൽ ദൗർലഭ്യമാണ് അല്ലേ? തൊഴിലില്ലായ്മ വരും. മഴക്കാലം കാരണം ആർക്കും പണിയില്ലെന്ന് ആ കുട്ടി തന്നെ ഇപ്പൊ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിന് കാരണമാകും അതല്ലേ? സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ എന്താണ്? കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ അല്ലെ, കൊടുക്കാൻ പൈസയില്ല. കടക്കാരൻ കുറെ കടം കൊടുത്തിട്ടുണ്ട്. കടക്കാരനും അപ്പൊ പൈസ ആവശ്യമാണ്. അപ്പം അദ്ദേഹവും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. പിന്നെന്താണ്? കടബാധ്യത, അതുണ്ടാക്കുന്ന മനോവിഷമം അല്ലെ? കടബാധ്യത ഉണ്ടാക്കുന്ന മനോവിഷമം. അപ്പൊ കുടുംബത്തിന്റെ മൊത്തം മാനസികാവസ്ഥയെ ബാധിക്കുക ഇത്. ഓക്കെ, അപ്പൊ ഇവിടെ ആ കുട്ടിയുടെ കുറച്ച് ചിന്തകൾ ഇവിടെ പറഞ്ഞേക്കുക. തന്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്നാണ് അനു ചിന്തിക്കുന്നത്. പണത്തിന്റെ ലഭ്യതക്കുറവ് ആണ് തന്റെയും കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് അനു കണ്ടെത്തുന്നത്. അപ്പോൾ ഈ അനു എന്തോ പറയുന്നേ? അയാളുടെ പ്രശ്നങ്ങൾക്ക് കാരണം പണത്തിന്റെ ലഭ്യതക്കുറവ് അതാണ് തന്റെയും കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് ഈ അനു കണ്ടെത്തുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാണ് താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്നാണ് അനു കരുതുന്നത്. വ്യക്തിപരമായ പ്രശ്നത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ പലരും ആശ്രയിക്കുന്നത് സാധാരണയായി കാണുന്ന കാര്യങ്ങളെയാണ്. വ്യക്തികൾ തങ്ങളുടെ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്താൻ ശ്രമിക്കും. മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ചിലർ വ്യക്തിഗത പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തും. സാമൂഹീകരണ പ്രക്രിയയിലൂടെ, അതായത് സോഷ്യലൈസേഷൻ. അപ്പോൾ സാമൂഹീകരണ പ്രക്രിയയിലൂടെ ലഭിച്ച അറിവുകളും ശീലങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ചിലർ വ്യക്തിഗത പ്രശ്നങ്ങളെ പൊതുവിലെ സമീപിക്കാറുള്ളത്. ഇത്തരം സാമാന്യ ബോധജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തികൾ പലപ്പോഴും തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണം കണ്ടെത്തുന്നത്. അപ്പോൾ സാമാന്യ ബോധജ്ഞാനം എന്താണെന്ന് നോക്കാം. സാമാന്യ ബോധം നമ്മൾ പറയുന്ന കേട്ടില്ലേ, ഒരു സാമാന്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ പണി കാണിക്കത്തില്ലെന്ന് അല്ലേ? സാമാന്യ ബോധജ്ഞാനം അഥവാ കോമൺ സെൻസ്. അപ്പോൾ വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് എന്ത്? ഈ സാമാന്യ ബോധജ്ഞാനം. ഈ അറിവുകൾ ഔപചാരിക അറിവുകളല്ല, മറിച്ച് അനുമാനങ്ങളോ ദൈനംദിന പ്രായോഗിക അറിവുകളോ ആയിരിക്കും. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന ധാരണ ദൈനംദിന പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ അറിവാണ്. അതുപോലെ തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന അറിവും തീയുടെ അപകട സാധ്യതയെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനമായ ധാരണയാണ്, അറിവാണ്. അപ്പോൾ ഈ അറിവുകൾ നിരീക്ഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും സാമൂഹീകരണത്തിലൂടെയും പഠിച്ചെടുക്കുന്നതാണ്. അപ്പോൾ കേട്ടോ, കോമൺ സെൻസിന്റെ കാര്യം പറയുകയാണ്. നിരീക്ഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും സാമൂഹീകരണത്തിലൂടെയും പഠിച്ചെടുക്കുന്നതാണ്. അപ്പൊ സാമാന്യ ബോധജ്ഞാനവും സാമൂഹിക വിശകലനവും, അതായത് കോമൺ സെൻസ് നോളജും സോഷ്യൽ അനാലിസിസും. വ്യക്തികൾക്ക് സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് അവരുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ദൈനംദിന ധാരണകളിലൂടെയും ശീലങ്ങളിലൂടെയും അറിവുകളിലൂടെയുമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ വഴക്കങ്ങൾ, ശീലങ്ങൾ, വിശ്വാസങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ സാമാന്യ ബോധം രൂപം കൊള്ളുന്നത്.
പലപ്പോഴും ഇതിന് പിന്നിലെ മറ്റു വസ്തുതകൾ പരിശോധിക്കപ്പെടാറില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, അനുവിന്റെ കാര്യം പറഞ്ഞു, ഈ ഒരു കുട്ടിയുടെ കുറിപ്പ് അല്ലേ. അപ്പോൾ കടബാധ്യത എന്ന സാമൂഹിക പ്രശ്നമാണ് അനുവും കുടുംബവും ഇവിടെ നേരിടുന്നത്. അപ്പോൾ ഈ സാമൂഹിക പ്രശ്നത്തെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം വിശകലനം ചെയ്താൽ അതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെ പൂർണ്ണമായും കണ്ടെത്താൻ സാധിക്കുമോ? സാമൂഹ്യ പ്രശ്നങ്ങൾ സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ച് മാത്രം വിശകലനം ചെയ്താൽ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ? സാധിക്കില്ല അല്ലേ. അപ്പൊ ഒരു വ്യക്തി ദാരിദ്ര്യം അനുഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ആ വ്യക്തിയുടെ അലസതയും തൊഴിൽ ചെയ്യാനുള്ള ആഗ്രഹവുമില്ലായ്മയും ആയിരിക്കാം ദാരിദ്ര്യത്തിന് കാരണമെന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കാം അല്ലെ. നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളവര് ചിന്തിക്കുന്നതാണ് അല്ലേ. ആ വ്യക്തി തൊഴിൽ ചെയ്യാതിരിക്കുന്നതുകൊണ്ടായിരിക്കാം ദാരിദ്ര്യമെന്ന് മറ്റുള്ളവർ ചിന്തിക്കും. വ്യക്തിപരമായ പരാജയം മാത്രമാണ് ദാരിദ്ര്യത്തിന് കാരണമെന്ന് മറ്റു പലരും കരുതും. അപ്പോൾ ഇത്തരം അറിവുകൾ രൂപീകൃതമാകുന്നത് എങ്ങനെയാണ്? ഈ സാമാന്യ ബോധജ്ഞാനത്തിലൂടെയാണ്. അപ്പോ ഈ സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണ്? എങ്ങനെയൊക്കെയാകാം? വ്യക്തിഗത അനുഭവങ്ങളിലൂടെ അല്ലേ. വ്യക്തിഗത അനുഭവങ്ങളിലൂടെ, പിന്നെ പൊതു നിരീക്ഷണങ്ങളിലൂടെ. അപ്പോ ഈ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകളെ എല്ലായ്പ്പോഴും നമുക്ക് പ്രശ്നപരിഹാരങ്ങൾക്കായിട്ട് ആശ്രയിക്കാൻ സാധിക്കില്ല. കാരണം ഈ സാമാന്യ ബോധജ്ഞാനം, ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത് വ്യക്തിപരമായ അനുഭവങ്ങളെയും പൊതുവായ നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ ഇത് ശാസ്ത്രീയമായ തെളിവുകളോ യുക്തിസഹമായ വിശകലനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അല്ലെ. ഓരോരുത്തരുടെ അനുഭവമാണ്. അപ്പൊ ദാരിദ്ര്യത്തിന്റെ കാരണം വ്യക്തിപരമായ പരാജയമായി കാണുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ഓരോരുത്തരും ഓരോന്നാ വിചാരിക്കുന്നത് അല്ലെ ദാരിദ്ര്യത്തിന്റെ കാരണം. പക്ഷെ യഥാർത്ഥത്തിൽ ദാരിദ്ര്യം സാമൂഹികവും സാമ്പത്തികവുമായ നിരവധി ഘടകങ്ങൾ കൊണ്ട് ആകാം ഈ ദാരിദ്ര്യം. അപ്പോ സാമാന്യ ബോധജ്ഞാനത്തിലൂന്നിയ ചില പ്രസ്താവനകൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം സ്വാഭാവികമായി സംഭവിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് ഇതിൽ പങ്കില്ല. പിന്നെന്തുവാ? അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ. പിന്നെ കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണ് അല്ലെ. ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ്. വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. താൽക്കാലിക വീടുകൾ നൽകിയാൽ പാർപ്പിടമില്ലായ്മ പരിഹരിക്കാം. ഇതൊക്കെ ചില ചിന്തകളാണ്, ചിലരുടെ സാമാന്യബോധത്തിൽ ഊന്നിയ ചില പ്രസ്താവനകളാണ്. അപ്പോ ഇത് പൂർണ്ണമായും ശരിയാണോ? കാലാവസ്ഥാ വ്യതിയാനം സ്വാഭാവികമായി സംഭവിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് ഇതിൽ പങ്കില്ല എന്നത് ശരിയാണോ? ശരി, സ്വാഭാവികമായിട്ട് സംഭവിക്കാം അല്ലെ. പക്ഷെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ആഗോളതാപനത്തിനും അതുവഴി കാലാവസ്ഥാ വ്യതിയാനത്തിനും വലിയ തോതിൽ കാരണമാകുന്നുണ്ട്. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം അല്ലെ, വനനശീകരണം, വ്യാവസായിക പ്രവർത്തനം, ഇതെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഫാക്ടേഴ്സാ. അപ്പോ മനുഷ്യരുടെ എന്തെല്ലാം പ്രവൃത്തികളായിരിക്കാം ആഗോളതാപനത്തിന് കാരണം? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, അതിന്റെ ഒപ്പം ഉള്ളതാ പ്ലാസ്റ്റിക് കത്തിക്കലും ഒക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോളതാപനത്തിനുമെല്ലാം പിന്നിൽ മനുഷ്യരുടെ പ്രവൃത്തികൾക്കും പങ്കുണ്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന സാമാന്യ ബോധജ്ഞാനം അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത്തരത്തിൽ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും പൂർണ്ണമല്ല, ഭാഗികമാണ്.
ഓക്കെ. അപ്പോ അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രസ്താവനയിൽ എല്ലാവർക്കും ഒരുപോലാണോ? വ്യക്തിഗത പഠന രീതികളും പഠന ശൈലികളും പഠനത്തെ സ്വാധീനിക്കാറുണ്ട്, അല്ലെ? പഠനത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് മാത്രം അത് കാര്യക്ഷമമാവണമെന്നില്ല, അല്ലെ? ചിലർക്ക് 1 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന കാര്യം ചിലർക്ക് 5 മണിക്കൂർ എടുത്ത് പഠിച്ചാലേ പറ്റത്തുള്ളായിരിക്കും, അല്ലെ? അപ്പോ ആ പ്രസ്താവന പൂർണ്ണമായി ശരിയല്ല, അല്ലെ? പഠനത്തിനായി സമയം ചെലവഴിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ പഠനത്തിന്റെ ഗുണമേന്മയും കാര്യക്ഷമതയും ആണ് ഉയർന്ന സ്കോർ നേടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ശ്രദ്ധ, വിശ്രമം അതെല്ലാം വേണം, അല്ലേ? പിന്നെന്താണ് പ്രസ്താവന? മൂന്നാമത്തെ പ്രസ്താവന എന്തുവാ? കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണ്. അപ്പോ അതൊരു സാമാന്യവൽക്കരിച്ച വിശ്വാസമാണ്. അപ്പോൾ ഇത്തരം വിശ്വാസങ്ങളെയോ ആശയങ്ങളെയോ ആണ് വാർപ്പ് മാതൃക, കേട്ടോ, സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്, കേട്ടോ, സ്റ്റീരിയോ ടൈപ്പ്. അപ്പോ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഈ വാർപ്പ് മാതൃക അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പിൽ ഊന്നിയ പ്രസ്താവനയാണിതെന്ന് കാണാം. അപ്പോൾ എല്ലാ കൗമാരക്കാരും നിയമങ്ങൾ അവഗണിക്കുന്നവരാണോ? അല്ലല്ലോ. ഉത്തരവാദിത്തം കാണിക്കാത്തവരാണോ? അല്ല. അപ്പം ആ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഉള്ളതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ്. വാസ്തവത്തിൽ ഈ കൗമാരക്കാരെന്ന് പറയുന്നത് വൈവിധ്യമാർന്ന സ്വഭാവമുള്ള ഒരു കൂട്ടമാണ്, അല്ലേ? പലർക്കും പല ഇതാ. ചിലര് ഉത്തരവാദിത്ത കുറവ് ഉള്ളവർ കാണും, അല്ലെ? പരസ്പര ബഹുമാനം കുറവുള്ളവർ കാണും. പക്ഷെ ഈ ഉത്തരവാദിത്വം ഉള്ളവരും ഉണ്ട്, പരസ്പര ബഹുമാനം ഉള്ളവരും ഉണ്ട്. അപ്പോൾ ഇത്തരം വാർപ്പ് മാതൃകയിൽ സ്റ്റീരിയോ ടൈപ്പിൽ ഊന്നിയ പ്രസ്താവനകൾ കൗമാരക്കാരോടുള്ള വിശ്വാസക്കുറവിലേക്ക് നമ്മളെ നയിക്കും, അല്ലെ? അപ്പൊ ആ പ്രസ്താവനയും പൂർണ്ണമായിട്ട് ശരിയല്ല. പിന്നെന്താണ്? വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന്. പോഷകാഹാരങ്ങളെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാതെ ദൈനംദിന നിരീക്ഷണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ആശയത്തെക്കുറിച്ചുള്ള ഭാഗികമായ ധാരണകൾ മാത്രമേ സാമാന്യ ബോധജ്ഞാനം സാധാരണയായിട്ട് നൽകുന്നുള്ളൂ. അപ്പോൾ ഇത് ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളിലൂടെയോ അല്ലെങ്കിൽ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല. വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നതാണോ ആരോഗ്യത്തിന് നല്ലതല്ല, അല്ലേ? നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ നമുക്ക് വേണം, ആ കിട്ടേണ്ട സമയത്ത് അത് ലഭിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ പറഞ്ഞല്ലോ, ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല ഈ ചിന്തകളൊക്കെ രൂപീകൃതമാവുന്നത്. പിന്നെന്താണ്? പാർപ്പിടമില്ലായ്മ. അത് ഒരു സാമാന്യ ബോധജ്ഞാനത്തിലൂടെ സമീപിച്ച് നോക്കിയാൽ അതൊരു വ്യക്തിഗത തിരഞ്ഞെടുപ്പ്, പേഴ്സണൽ ചോയ്സ് മാത്രമായോ സ്ഥിരമായ പാർപ്പിടം ഉറപ്പാക്കാൻ ശ്രമിക്കാത്തത് മൂലമായ പ്രശ്നമായോ ചിലര് ചിന്തിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കുന്നവർ താൽക്കാലികമായ സുരക്ഷയോ പാർപ്പിടങ്ങളോ തൊഴിൽ പരിശീലനമോ നൽകി ഈ പ്രശ്നത്തെ ശാശ്വതമായി പരിഹരിക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ ഈ പാർപ്പിടമില്ലായ്മ എന്ന പ്രശ്നത്തിന് പിന്നിൽ മറ്റു കാരണങ്ങളും ഉണ്ടല്ലേ? അവ എന്തൊക്കെയാണ്? സാമ്പത്തിക അസ്ഥിരത, അല്ലെ? വ്യക്തികളുടെ സാമ്പത്തിക ഭദ്രതയില്ലായ്മ, വരുമാനമില്ലായ്മ അല്ലെങ്കിൽ കുറഞ്ഞ വരുമാനം, ഇതൊക്കെ പാർപ്പിടം കണ്ടെത്താനും ഉണ്ടെങ്കിൽ തന്നെ അത് നിലനിർത്താനും തടസ്സമാണ്. പിന്നെന്താണ്? തൊഴിലില്ലായ്മ. സ്ഥിരമായ വരുമാനമില്ലാത്തത് വാടകയോ ഭവന വായ്പയോ അടയ്ക്കുന്നതിന് തടസ്സം ഉണ്ടാക്കുന്നു. അപ്പൊ അതും ഈ പാർപ്പിടം ഇല്ലാതെ ഉള്ള അവസ്ഥയിലേക്ക് നയിക്കുന്നു. പിന്നെന്താണ്? സാമൂഹിക പ്രശ്നങ്ങൾ. സാമാന്യ ബോധജ്ഞാനം വ്യക്തിഗത പ്രശ്നങ്ങളായി കാണുന്ന പല വിഷയങ്ങളും, അതായത് തൊഴിലില്ലായ്മ, സാമ്പത്തിക അസ്ഥിരത, അപ്പോൾ ഇതെല്ലാം തന്നെ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഭാഗികമായ അറിവ് അല്ലെങ്കിൽ ശീലങ്ങളെയോ ഊഹങ്ങളെയോ ആശ്രയിക്കുന്നത് പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണങ്ങളെ മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. അതായത് സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ച് വ്യക്തിഗത പ്രശ്നങ്ങളെയോ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെയോ പൂർണ്ണമായും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഇവിടെ ഒരു പദസൂര്യം കൊടുത്തേക്കുക. ശീലങ്ങളെയോ ഊഹാപോഹങ്ങളെയോ ആശ്രയിക്കുന്ന എന്ത് നമ്മുടെ സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതികളായി പറയുന്നത്. സ്റ്റീരിയോ ടൈപ്പിംഗ്
സ്റ്റീരിയോടൈപ്പിനെ അടിസ്ഥാനമാക്കുന്നു, വാർപ്പ് മാതൃകകളെ. പിന്നെന്താണ്, ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെ ബേസിലല്ല ഇത്. പിന്നെന്താണ്, സങ്കീർണമായ സാമൂഹിക പ്രശ്നത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. ഭാഗികമായ അറിവ് മാത്രമേ നമുക്കിത് തരുന്നുള്ളൂ. അപ്പോൾ വ്യക്തിപരമായ പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും സാമാന്യ ബോധജ്ഞാനത്തിലൂടെ സമീപിച്ചാൽ അവയുടെ ശരിയായ പരിഹാരങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പൂർണ്ണമായി ലഭിക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കുട്ടിയുടെ കാര്യം അല്ലെ, അനു. അപ്പോൾ അനുവും കുടുംബവും നേരിടുന്ന പ്രശ്നത്തെ പറ്റി ചിന്തിച്ച അനുവിന് ആ പ്രശ്നങ്ങൾക്ക് കാരണമായി തോന്നിയത് എന്താണ്? അവരനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ കാരണം എന്താണ്? പണത്തിന്റെ കുറവാണ് അല്ലെ. പക്ഷെ അനുവിന്റെ പ്രശ്നത്തിന് വേറെയും കാരണമാവാവുന്ന ഘടകങ്ങളുണ്ട്. അനുവിന്റെ കുടുംബത്തിന് സ്ഥിരമായ വരുമാനമില്ല അല്ലെ, വരുമാന സ്രോതസ്സില്ല. അപ്പം സാമ്പത്തികമായ ഘടകമുണ്ട്. പിന്നെന്താണ്, കാലാവസ്ഥ മാറുന്നതനുസരിച്ചായിരുന്നു വരുമാനം വ്യത്യാസപ്പെട്ടത് അല്ലെ. പാരിസ്ഥിതികമായ ഘടകമുണ്ട്. അതായത് മഴക്കാലം വന്നപ്പോഴാണ് പണി കുറഞ്ഞതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെന്താണ്, മഴക്കാലത്തുള്ള തൊഴിലില്ലായ്മ. അപ്പൊ അത് സോൾവ് ചെയ്യാൻ നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്നവര്, അതായത് ബദൽ സംവിധാനം ഒരുക്കി ഒരു സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നതിൽ ആ ഒരു ഭരണകൂടത്തിന്റെ പരിമിതി. അപ്പൊ ഭരണപരമായ ഘടകമുണ്ട്. പിന്നെന്താണ്, വിഭിന്ന ഭൂമിശാസ്ത്ര മേഖലയിൽ ജീവിക്കുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ മഴക്കാലം വന്നു കഴിയുമ്പോൾ ഈ നമ്മുടെ ജലാശയങ്ങളുടെയൊക്കെ അടുത്തുള്ളവർക്ക് കൂടുതൽ പ്രശ്നം കാണും, അല്ലെ നമ്മുടെ കുന്നിന്റെ ചെരുവിലുള്ളവർക്ക് ഉരുൾപൊട്ടലിന്റെ പ്രശ്നം കാണും അല്ലെ. അങ്ങനൊക്കെ ഓരോ ഫാക്ടേഴ്സ് അവരുടെ ആ ഒരു ഭൂമിശാസ്ത്ര മേഖല അനുസരിച്ചും അസമാനതകളുണ്ട് അല്ലെ. അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ സാമ്പത്തികം, പാരിസ്ഥിതികം, ഭരണപരം, ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ തുടങ്ങിയ ഘടകങ്ങൾ അനുവിന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിന് കാരണമാകുന്നു. അപ്പൊ പണത്തിന്റെ ദൗർലഭ്യം മാത്രമല്ല, മറ്റ് ഘടകങ്ങളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ സാമൂഹിക ഘടകങ്ങൾ, സോഷ്യൽ ഫാക്ടേഴ്സ്, വ്യക്തികളുടെ പെരുമാറ്റം, മനോഭാവം, അവസരം, തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയെ സ്വാധീനിക്കുന്ന സമൂഹത്തിന്റെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക ഘടകങ്ങൾ. കുടുംബം, വിദ്യാഭ്യാസം, സമപ്രായ സംഘം, മതം, ജാതി വ്യവസ്ഥ, സാമ്പത്തിക നില, പരിസ്ഥിതി, സാംസ്കാരിക വഴക്കങ്ങൾ, മൂല്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയം, സാങ്കേതിക വിദ്യ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഈ സോഷ്യൽ ഫാക്ടേഴ്സിൽ പെടുന്നു, അതായത് സാമൂഹിക ഘടകങ്ങളിൽ പെടുന്നു. അപ്പോ അനുവിന്റെ വ്യക്തിപരമായ പ്രശ്നം ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ്. ഏതൊരു വ്യക്തിപരമായ പ്രശ്നത്തിനും പിന്നിലും സാമൂഹികമായ ഘടകത്തിന്റെ സ്വാധീനമുണ്ടാകും. അവയെ തിരിച്ചറിഞ്ഞ് പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കൂ, ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. ഓക്കെ, അപ്പോ വ്യക്തിഗത പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് ഒരു ടേബിൾ തന്നേക്കുക അല്ലെ. അപ്പോൾ പഠനത്തിൽ ശ്രദ്ധക്കുറവ്, താല്പര്യമില്ലായ്മ അല്ലെ, പുസ്തകങ്ങളോട് താല്പര്യമില്ലായ്മ. അപ്പോൾ സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം അവിടെ വരുന്നത്? പഠനത്തിനുള്ള സാഹചര്യം ഇല്ലായ്മ, പിന്നെ ചിലപ്പോൾ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം, കൂട്ടുകാരുടെ സ്വാധീനം അല്ലെ, നമ്മുടെ പഠനത്തെയൊക്കെ ബാധിക്കുന്ന ഏതല്ല, കൂട്ടുകാരുടെ സ്വാധീനം. പിന്നെന്താ, കുടുംബത്തിലെ പഠനപരമായ പിന്തുണയുടെ കുറവ്. ചിലപ്പം കുട്ടി പഠിക്കുന്ന സമയത്ത് അവിടെ വഴക്കും ഇതും ഓരോന്നൊക്കെ കാണും, അപ്പോഴും പഠിക്കാൻ പറ്റത്തില്ല അല്ലെ. അപ്പം പഠനപരമായ പിന്തുണയുടെ കുറവ്, അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെന്താണ്, വ്യക്തിഗത പ്രശ്നം അല്ലെ, വ്യക്തിഗത പ്രശ്നം. അപ്പോ അതായത് കണ്ടില്ലേ, ജോലി ഒഴിവ്, 3 ഒഴിവുകളേ ഉള്ളു. അവിടെ എത്ര പേരാ വന്ന് നിൽക്കുന്ന ജോലിക്കായിട്ട്? നമ്മളും ഇതുപോലല്ലേ പരീക്ഷ എഴുതുന്നത്, എത്ര പേരാ എഴുതുന്നത്? അപ്പോ ജോലിയില്ലായ്മ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെ. സാമൂഹിക ഘടകങ്ങള്, വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലിയുടെ ലഭ്യത കുറവ്, സാമ്പത്തിക അസമത്വം, തൊഴിൽ വിപണിയിലെ മത്സരം, പിന്നെന്താ, സാമൂഹികപരമായ അവസരങ്ങളുടെ കുറവ്. ഓക്കെ, അപ്പോ
അടുത്ത എന്താ, വ്യക്തിഗതമായ പ്രശ്നമാണ് അടുത്ത ഒരു പടത്തിൽ കൊടുത്തേക്കുന്നത്. ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുക അല്ലെ, ആശുപത്രി കിടക്കല്. ഇപ്പൊ രോഗം, ആരോഗ്യ പ്രശ്നങ്ങള്. ഇപ്പൊ സാമൂഹിക ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആരോഗ്യപരമായ സൗകര്യങ്ങളുടെ ലഭ്യത കുറവാണ്. പിന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് കാരണം ചികിത്സ ലഭിക്കായിക, ശുചിത്വമില്ലായ്മ, പാരിസ്ഥിതികപരമായ പ്രശ്നങ്ങൾ. അപ്പൊ ഇതെല്ലാം തന്നെ ഇവിടെ സാമൂഹിക ഘടകത്തില് വരുന്നതാണ്. അപ്പൊ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിൽ നിരവധി സാമൂഹിക ഘടകങ്ങൾ കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ സാമൂഹിക പ്രശ്നങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങളും, അതായത് കോസ് എഫക്ട് റിലേഷൻഷിപ്സ്, പിന്നെ പ്രത്യാഘാതങ്ങളും, കോൺസിക്വൻസ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. എങ്ങനെ? ഈ ഘടകങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനയുമായി, അതായത് സോഷ്യൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നുവെന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് എന്ത്? നമ്മുടെ സാമൂഹിക വിശകലനം അഥവാ സോഷ്യൽ അനാലിസിസ്. എന്തൊക്കെയാണ്? സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നുവെന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വിശകലനം. അപ്പൊ സാമൂഹിക വിശകലനത്തിലൂടെ വിവിധ സാമൂഹിക സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുന്നതിനും അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നതിനും സാധിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സോഷ്യോളജി എന്താണെന്നാണ്. സമൂഹശാസ്ത്രം, സോഷ്യോളജി. അപ്പൊ സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം, അല്ലെ? സമൂഹശാസ്ത്രത്തിന് സമൂഹത്തിലെ ബന്ധങ്ങളെയും സാമൂഹിക സ്ഥാപനങ്ങളെയും ഘടനകളെയും നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും സാധിക്കുന്നു. സമൂഹശാസ്ത്രത്തിന്റെ ആദ്യകാല ചിന്തകരിൽ പ്രമുഖരായിരുന്ന ആരൊക്കെ? കാൾ മാർക്സ്, എമിൽ ദുർഖീം, മാക്സ് വെബർ തുടങ്ങിയവ. അപ്പോൾ സാമൂഹിക വിശകലനത്തിനായി സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സങ്കല്പനങ്ങളാണ് സാമൂഹിക ബന്ധങ്ങൾ അഥവാ സോഷ്യൽ റിലേഷൻഷിപ്സ്, പിന്നെന്താണ് സാമൂഹിക സ്ഥാപനങ്ങൾ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെന്താണ് സാമൂഹിക ഘടന അഥവാ സോഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ സമൂഹത്തിൽ വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം, വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധമാണ് അല്ലെങ്കിൽ ഇടപെടലുകളാണ് എന്ത്? ഈ സാമൂഹിക ബന്ധങ്ങൾ, അല്ലെ? ഫ്രണ്ട്ഷിപ്പ് ഒക്കെ. അപ്പോൾ സാമൂഹിക ബന്ധത്തിന്റെ അടിസ്ഥാനം സാമൂഹിക ഘടനയും സാമൂഹിക സ്ഥാപനങ്ങളുമാണ്. ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ സഹകരണം, കരുതല്, വാത്സല്യം തുടങ്ങിയവയും കൂട്ടുകാരുമായുള്ള സൗഹൃദങ്ങളിലൂടെ ലഭിക്കുന്ന ആഴമേറിയ ബന്ധങ്ങൾ, സമ്പർക്കങ്ങൾ, കൂട്ടായ്മ, ഇതെല്ലാം തന്നെ സാമൂഹിക ബന്ധത്തിന് ഉദാഹരണമാണ്. അപ്പൊ സാമൂഹിക ബന്ധങ്ങളെ സുസ്ഥിരമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനായി സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂടാണ് എന്ത്? ഈ സാമൂഹിക സ്ഥാപനങ്ങൾ. ഇവ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് വിശദീകരിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രവൃത്തികളെയും പ്രവർത്തന രീതിയെയും ക്രമപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പൊതുവായി അംഗീകരിക്കപ്പെട്ട മൂല്യങ്ങൾ സ്വാംശീകരിച്ച് അത് വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിപ്പിക്കുകയും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കുടുംബം, വിവാഹം, മതം, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നീതിന്യായ സ്ഥാപനങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ഈ സാമൂഹിക സ്ഥാപനത്തിന് ഉദാഹരണങ്ങളാണ്, അല്ലെ? ഏതൊക്കെയാണ്? കുടുംബം, വിവാഹം, മതം, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നീതിന്യായ സ്ഥാപനങ്ങൾ. അപ്പോൾ വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, അതായത് സ്റ്റാറ്റസ്, പങ്ക്, റോൾ, നിലനിൽപ്പ്, ഉത്തരവാദിത്തം തുടങ്ങിയവയെ വിശദീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് എന്താണ്? ഈ സാമൂഹിക ഘടനയാണ്. സമൂഹത്തിലെ വഴക്കങ്ങൾ, നോംസ്, അല്ലെ? ചട്ടങ്ങൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ സമൂഹത്തിന് ഒരു ക്രമവും സ്ഥിരതയും നൽകാൻ ഈ ചട്ടങ്ങൾ, ഈ നോംസ് സഹായിക്കുന്നു. അപ്പോൾ വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് നമുക്ക് കണ്ടെത്തി അത് വിശകലനം ചെയ്യാനുള്ള ഒരു നൈപുണ്യാണ് എന്ത്? സമൂഹ ശാസ്ത്ര സങ്കല്പം അഥവാ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ.
ഇപ്പോൾ അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞനായ ചാൾസ് റൈറ്റ് മിൽസ് 1959 രചിച്ച ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലാണ് സമൂഹ ശാസ്ത്ര സങ്കല്പം എന്ന സങ്കല്പനം ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ വ്യക്തിഗത പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടനയുടെ ഭാഗമായി കാണാൻ സഹായിക്കുന്ന ഒരു നൈപുണിയായിട്ടാണ് അദ്ദേഹം ഈ സങ്കല്പനം മുന്നോട്ട് വെച്ചത്. വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും അടയാളപ്പെടുത്തുകയും അതിനെ വിശാലമായ നിരീക്ഷണത്തിനും വിശകലനത്തിനും വിധേയമാക്കി വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം വിഭാവനം ചെയ്യുന്നത്. ചാൾസ് റൈറ്റ് മിൽസ് കേട്ടോ, ചാൾസ് റൈറ്റ് മിൽസിന്റെ പുസ്തകമാണ് ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതിലാണ് ആദ്യമായി സമൂഹശാസ്ത്ര സങ്കല്പം എന്ന സങ്കല്പനം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഈ സമൂഹശാസ്ത്ര സങ്കല്പവും സാമൂഹിക വിശകലനവും, അതായത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആൻഡ് സോഷ്യൽ അനാലിസിസ്, അപ്പോൾ എല്ലാ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹിക കാരണങ്ങളെയും സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ സാമൂഹിക ഘടനകൾ എങ്ങനെയാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു, അതായത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പൊ വ്യക്തികളെ അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനും വിശാലമായ സാമൂഹിക ഘടനകളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം അനുഭവങ്ങളെയും ജീവിതാവസ്ഥയും നോക്കിക്കാണാനും സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തരാക്കുന്നു. ഓക്കെ. അപ്പോ സമൂഹ ശാസ്ത്ര സങ്കല്പം, അപ്പൊ അതിന്റെ പ്രത്യേകതകൾ നമുക്ക് ഓരോന്നായി നോക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു ചിത്രം തന്നേക്കുക അല്ലേ? അപ്പോ ഇതിൽ എന്തോ പറഞ്ഞേക്കുന്നേ, ഒരാൾ വാഹനാപകടത്തിൽ പെടുന്നത് അയാളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രമാണോ? ആണോ കൂട്ടുകാരെ? അല്ലല്ലേ. ട്രാഫിക് നിയമലംഘനം, പിന്നെന്താണ്, വാഹനപ്പെരുപ്പം, റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം, അല്ലേ? പിന്നെന്താണ്, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിലെ വീഴ്ചകള്. അപ്പൊ ഇതെല്ലാം സാമൂഹിക ഘടകങ്ങളാണ് അല്ലേ? അപ്പം ഈ ഘടകങ്ങളും ഇതിന് പിന്നിലുണ്ട്, ഈ അപകടത്തിൽപ്പെട്ടതിന്. വ്യക്തിഗത പ്രശ്നങ്ങളെ മറ്റ് സാമൂഹിക ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന് തിരിച്ചറിയുന്നതിനും അതിലൂടെ വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നതിനും സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ സാധിക്കുന്നു. അപ്പൊ സൂയിസൈഡ് റേറ്റും സൊസൈറ്റിയും, ആത്മഹത്യാ നിരക്കും സമൂഹവും. ആത്മഹത്യയെ വ്യക്തിപരമായ കാര്യം മാത്രമായി കണ്ടിരുന്ന കാലത്താണ് സമൂഹശാസ്ത്രത്തിന് അടിത്തറയിട്ടവരിൽ പ്രധാനിയായ എമിൽ ദുർഖീം അതിനു പിന്നിലെ സാമൂഹിക കാരണങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചത്. തന്റെ പഠനത്തിലൂടെ ആത്മഹത്യകൾക്ക് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ ഉപരി സാമൂഹിക കാരണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പൊ 1897 പ്രസിദ്ധീകരിച്ച സൂയിസൈഡ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം തന്റെ കണ്ടെത്തല് അവതരിപ്പിച്ചത്. എമിൽ ദുർഖീം കേട്ടോ, എമിൽ ദുർഖീം അദ്ദേഹമാണ് സൂയിസൈഡ് എന്ന പുസ്തകം രചിച്ചത്. അപ്പോ നമ്മുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക്, പല വർഷങ്ങളിലായിട്ടുള്ള തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഇവിടെ കൊടുത്തേക്കുണ്ട്. 2017 മുതൽ 18 വരെ പുരുഷൻ 75.1, സ്ത്രീ 21.1 ആയിരുന്നു. അത് 2022 മുതൽ 23 നോക്കുവാണെങ്കിൽ പുരുഷന്റെ അവിടെ ഒരു 77.4 സ്ത്രീകളുടെ നല്ല വർധനയുണ്ടായി അല്ലെ, 31.6 ആയിട്ട് വർധനയുണ്ടായിട്ടുണ്ട്. അപ്പോൾ 2017 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലെ ലിംഗപദവി, ജെൻഡർ അനുസരിച്ചുള്ള ഇന്ത്യയിലെ തൊഴിൽ പങ്കാളിത്ത നിരക്കാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഒരു പ്രദേശത്തെ സാമൂഹിക പുരോഗതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് എന്ത്? ഈ തൊഴിൽ പങ്കാളിത്തം അല്ലെ, ഇക്വാലിറ്റി ഉണ്ടോ എന്നത്. അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും തുല്യമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സാമ്പത്തിക പുരോഗതി കൈവരിച്ച ഒരു പ്രദേശമാണ് അല്ലെ. അപ്പൊ അതിന്റെ പ്രധാന ഘടകമാണ് തൊഴിൽ പങ്കാളിത്തം.
വിവിധ വർഷങ്ങളിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ പങ്കാളിത്ത നിരക്കുകൾ തമ്മിലുള്ള വിടവ് നമുക്കിവിടെ കാണാം. സ്ത്രീകളുടെ പങ്കാളിത്തം പതുക്കെ പതുക്കെ വർദ്ധിച്ചു വരിക അല്ലെ. അപ്പൊ തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ എണ്ണം കുറയാൻ കാരണം അവർ മുന്നോട്ട് വരാത്തതാണെന്ന സാമാന്യ ബോധജ്ഞാനത്തിനപ്പുറത്ത് മറ്റ് ഘടകങ്ങൾ കൂടി ഉണ്ടെന്ന് ചിന്തിക്കാൻ സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ സഹായിക്കുന്നു അല്ലെ. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ എണ്ണം കുറവായത് എന്തുകൊണ്ടാണെന്ന് പരിശോധിച്ചാൽ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അനേക സാമൂഹിക ഘടകങ്ങൾ അതിന് കാരണമാണെന്ന് കണ്ടെത്താൻ പറ്റും. ചില സമൂഹങ്ങൾ പുരുഷന്മാർ കൂടാതെ കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ട ഉത്തരവാദിത്വമുള്ളവരായി പ്രതീക്ഷിക്കുന്നു. ചില സമൂഹങ്ങൾ പുരുഷന്മാർ കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ട ഉത്തരവാദിത്വമുള്ളവരായി പ്രതീക്ഷിക്കുന്നു, പുരുഷന്മാരെ മാത്രം. അപ്പൊ കുടുംബത്തെ പരിപാലിക്കേണ്ട ആൾക്കാരാണ് സ്ത്രീകളെന്നും അതോടൊപ്പം കണക്കാക്കുന്നു. സ്ത്രീകളുടെ തൊഴിലവസരത്തെ പരിമിതപ്പെടുത്തുന്ന ലിംഗപദവി അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വഴക്കമാണ് ജെൻഡർ നോംസ് ആണ്. അപ്പൊ സ്ത്രീകള് വീട്ടിലെ കാര്യമൊക്കെ നോക്കിയാൽ മതി, പുരുഷന്മാര് വരുമാനം കൊണ്ടുവരുമെന്ന ഒരു കൂട്ടം സമൂഹത്തിലുള്ള ആൾക്കാരുടെ ചിന്ത. അപ്പൊ ഇത് കാരണം സ്ത്രീകൾക്ക് വരുമാനമുള്ള തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. സ്ത്രീകളുടെ സാമ്പത്തിക പിന്നാക്കാവസ്ഥയ്ക്ക് ഇത് കാരണമാകും. ചില സമൂഹങ്ങൾ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൂടുതൽ ലഭിക്കുകയും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കുറയുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥയ്ക്കും അതുവഴി തൊഴിൽ പങ്കാളിത്തത്തിൽ കുറവ് ലഭിക്കുന്നതിനും കാരണമാകുന്നു അല്ലേ. അപ്പൊ തൊഴിൽ പങ്കാളിത്തത്തിലെ ലിംഗപദവി വിടവിന് കാരണം, ജെൻഡർ ഗ്യാപ്പിന് കാരണം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള നിരവധി സാംസ്കാരിക, സാമ്പത്തിക, വിദ്യാഭ്യാസപരമായ ഘടകങ്ങളെ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ സ്വയം പ്രതിഫലനം സാധ്യമാകുന്നു. അപ്പൊ ഇവിടെ ഒരു കുറിപ്പ് പിന്നെയും തന്നേക്കുക. ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം ഒരു ചിത്രകാരനാകണമെന്നായിരുന്നു. പക്ഷെ എൻ്റെ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ ഞാൻ ചിത്രരചന ഒരു ജോലിയായി സ്വീകരിക്കുന്നതിന് താല്പര്യമുണ്ടായിരുന്നില്ല. ക്രമേണ ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ച് ഒരു എഞ്ചിനീയർ ആവാൻ തീരുമാനിച്ചു. എൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു ഞാൻ എഞ്ചിനീയർ ആയത് എന്ന ധാരണയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എങ്കിലും ഞാനതിൽ തൃപ്തനായിരുന്നില്ല. ആഴത്തിൽ ചിന്തിച്ചപ്പോൾ ഞാൻ എഞ്ചിനീയർ ആയത് എൻ്റെ മാത്രം തീരുമാനമല്ല എന്ന് എനിക്ക് മനസ്സിലായി. മാതാപിതാക്കൾ, അധ്യാപകർ, കൂട്ടുകാർ അങ്ങനെ പലരുടെയും അഭിപ്രായം എന്നെ സ്വാധീനിച്ചിരുന്നു. ഇപ്പോൾ എഞ്ചിനീയർ ജോലിയിൽ നിന്ന് വിരമിച്ച് ഞാൻ ചിത്രരചനയിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സന്തോഷവാനാണ് അല്ലെ. നമ്മുടെ സമൂഹം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുവാണ്, നമ്മുടെ ഭാവി. അപ്പോ തന്റെ തീരുമാനത്തെക്കുറിച്ച് വിമർശനാത്മകമായി വിലയിരുത്തിയപ്പോഴാണ് ഇഷാന് ഈ കണ്ടെത്തൽ നടത്താൻ കഴിഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിലല്ല അല്ലെ, മാതാപിതാക്കളുടെയും കൂട്ടുകാരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് വന്നാണ് ഈ എഞ്ചിനീയറിംഗ് ജോലി അദ്ദേഹം തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചിത്രരചനയെ മറികടന്ന് എഞ്ചിനീയറിംഗ് ബിരുദം എടുക്കാൻ പോയി അല്ലെ. അപ്പൊ സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിമർശനാത്മകമായി വിലയിരുത്താനുള്ള നൈപുണിയാണ് സ്വയം പ്രതിഫലനം കേട്ടോ. സെൽഫ് റിഫ്ലക്സിവിറ്റി, സ്വയം പ്രതിഫലനം. അപ്പൊ അത് സ്വയം പ്രതിഫലനം നടത്തിയപ്പോഴാണ് ഇഷാന് എന്താ തിരിച്ചറിവ് ലഭിച്ചത്? എഞ്ചിനീയറിംഗ് അല്ല, തന്റെ സന്തോഷം എഞ്ചിനീയറിംഗ് അല്ല, മറിച്ച് എന്താണ്? ചിത്രരചന തന്നെയാണ്. അപ്പൊ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക ഘടകങ്ങളെ മനസ്സിലാക്കുന്നതിനോടൊപ്പം ഓരോ വ്യക്തിക്കും അവരവരെ കുറിച്ച് തന്നെ ആഴത്തിൽ തിരിച്ചറിയാനും സ്വയം പ്രതിഫലനം നടത്താനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. വ്യക്തിഗതമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക കാരണങ്ങളെ സ്വയം പ്രതിഫലനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. ഇത് സാമാന്യ ബോധജ്ഞാനം, കോമൺ സെൻസിന്റെ പരിമിതിയിൽ നിന്ന് മാറിയുള്ള വിശാലമായ വിലയിരുത്തലുകൾക്ക് സഹായിക്കും. അപ്പൊ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് പരീക്ഷകൾക്ക് സ്ഥിരമായി കുറഞ്ഞ സ്കോർ ലഭിക്കുന്നുവെന്നും പഠനകാര്യങ്ങളിൽ ആ കുട്ടി വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നും വിചാരിക്കുക. അതിലുള്ള കാരണങ്ങളെക്കുറിച്ച് സാമാന്യ ബോധജ്ഞാനത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എത്താനുള്ള നിഗമനങ്ങൾ എന്തൊക്കെയായിരിക്കാം? അലസത നമ്മൾ വിചാരിക്കും അല്ലയോ? അപ്പോ
സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ വിശാലമായ സാമൂഹിക ഘടകങ്ങളുടെ സ്വാധീനം ആ കുട്ടിയുടെ പഠനത്തിലും സ്വഭാവത്തിലും കടന്നു വരുന്നത് നമുക്ക് കാണാം. അപ്പോ ഈ സാമൂഹിക സങ്കല്പത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? കുടുംബ പശ്ചാത്തലം അല്ലെ? അപ്പൊ കുട്ടിയുടെ പഠനത്തെയും സ്വഭാവത്തെയും സ്വാധീനിക്കുന്നതിൽ കുടുംബത്തിന്റെ സാമ്പത്തിക നില, വിദ്യാഭ്യാസപരമായ പിന്തുണ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയതൊക്കെ ഘടകങ്ങളാണ്. വിഭവങ്ങളുടെ പ്രാപ്യത കുറവ്, അതെല്ലാം. അപ്പോ വിഭവങ്ങളുടെ പ്രാപ്യത കുറവിൽ വരുന്ന എന്തൊക്കെയാണ്? പഠനത്തിന് ആവശ്യമായ പുസ്തകങ്ങള്, പഠനോപകരണം, ട്യൂഷൻ സൗകര്യം അല്ലെ? അപ്പോൾ ഇങ്ങനത്തെ വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് കുട്ടിയുടെ പഠനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാം. അപ്പൊ ഇത്തരത്തിൽ സമീപിക്കുമ്പോൾ ആ കുട്ടിയോട് നിങ്ങൾക്ക് അനുതാപം, എമ്പതി ഉണ്ടാവുകയും ആ കുട്ടിക്ക് പിന്തുണയും പ്രചോദനവും നൽകുന്നതിന് നമുക്ക് സാധിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ അനുഭവങ്ങൾക്ക് പിന്നിലെ സാമൂഹിക സാഹചര്യം മനസ്സിലാക്കുന്നതിലൂടെ വ്യക്തികൾക്ക് വൈവിധ്യമാർന്ന വീക്ഷണങ്ങളിലൂടെ അവയെ സമീപിക്കാൻ സാധിക്കും. അങ്ങനെ അതിലൂടെ അനുതാപവും സഹിഷ്ണുതയും വളർത്തിയെടുക്കാനും നമുക്ക് കഴിയുന്നു. അടുത്തതായിട്ട് എന്താണ്? വിമർശനാത്മക ചിന്ത വളർത്തുകയാണ്. വിമർശനാത്മക ചിന്ത. അപ്പോൾ ഇവിടെയും നമുക്കൊരു കുറിപ്പ് തന്നിട്ടുണ്ട്. പ്രിയ ജനിച്ചു വളർന്നത് ഒരു ഗ്രാമത്തിലാണ്. തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം മികച്ച തൊഴിലും ജീവിത സാഹചര്യവും തേടി അവൾ നഗരത്തിലേക്ക് കുടിയേറി. പക്ഷേ അവിടെ ജോലി നേടാനും സുരക്ഷിതമായ താമസ സൗകര്യം കണ്ടെത്താനും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. കുറച്ചു നാളത്തെ അന്വേഷണത്തിന് ശേഷം അവൾക്കൊരു ജോലി ലഭിച്ചെങ്കിലും അധികം വൈകാതെ തന്നെ ആ ജോലി അവൾക്ക് നഷ്ടമായി. ഈ അവസരത്തിൽ പ്രിയ ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ടു. തനിക്ക് തൊഴിൽ നഷ്ടപ്പെട്ടത് തനിക്ക് മാത്രം സംഭവിച്ച തികച്ചും വ്യക്തിപരമായ ഒരു പ്രശ്നമായിട്ടാണ് പ്രിയ കരുതിയിരുന്നത്. എന്നാൽ തന്നെ പോലെ തൊഴിൽ നഷ്ടപ്പെട്ട നിരവധി കുടിയേറ്റക്കാർ ആ നഗരത്തിലുണ്ടെന്ന് ലേബർ ഓഫീസിൽ വെച്ച് അവൾക്ക് മനസ്സിലായി. അവരുമായി ഇടപെട്ടും ലേബർ ഓഫീസ് മുഖേനയും കുടിയേറ്റക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും പ്രിയയ്ക്ക് അറിവുകൾ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയ കാര്യങ്ങളെ വിമർശനാത്മകമായി ചിന്തിക്കാൻ ശ്രമിക്കുകയും കുടിയേറ്റക്കാരുടെ സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ തുടങ്ങുകയും ചെയ്തു. ക്രമേണ അവൾക്ക് തന്റെയും മറ്റുള്ളവരുടെയും സാഹചര്യം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോ ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് ജോലി സംബന്ധമായി കുടിയേറിയ പ്രിയ എന്ന വ്യക്തിയുടെ അനുഭവം നമ്മൾ വായിച്ചല്ലേ? പ്രിയ അനുഭവിക്കുന്ന എന്തൊക്കെ വ്യക്തിഗത പ്രശ്നങ്ങളാണ് നമ്മളിവിടെ കണ്ടത്? തൊഴിൽ നഷ്ടം അല്ലെ? തൊഴിൽ നഷ്ടം. പ്രിയയ്ക്ക് ജോലി നഷ്ടപ്പെട്ടത് ഒരു വ്യക്തിഗത പ്രശ്നമാണ്. പിന്നെന്താണ്? പുതിയ സാഹചര്യമായിട്ട് ഒത്തുപോകണം. ഗ്രാമത്തിൽ ജീവിച്ച് വളർന്ന കുട്ടിയെ അല്ലെ? ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള മാറ്റം പുതിയ സാഹചര്യമായിട്ട് ഒത്തുപോകാനോ വെല്ലുവിളി ഉയർത്തുക. പിന്നെന്താണ്? സാമൂഹികമായ ഒറ്റപ്പെടൽ. പുതിയ ചുറ്റുപാടിൽ ഒറ്റപ്പെടുക അല്ലെ? വെളിയിൽ നിന്ന് വരുവല്ലേ? അപ്പോൾ സാമൂഹികമായ ഒറ്റപ്പെടലുണ്ട്. പിന്നെ പൊതുവായ പ്രശ്നങ്ങൾ എന്താണ് മറ്റു കുടിയേറ്റക്കാർക്കും വരുന്നത്? അപ്പൊ ഈ കുടിയേറിയ കുട്ടിക്കും മറ്റ് തൊഴിൽ നഷ്ടപ്പെട്ടവരുടെയും പൊതുവായ പ്രശ്നമാണ് എന്ത്? ഈ തൊഴിലില്ലായ്മ. കുടിയേറ്റം നടത്തുന്ന പലർക്കും തൊഴിൽ കണ്ടെത്താനും നിലവിലുള്ള തൊഴിൽ നിലനിർത്താനും ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ പുതിയ സാഹചര്യമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് അവർക്കും ഉണ്ട്. പിന്നെന്താണ്? സാമൂഹികവും സാമ്പത്തികവുമായ അരക്ഷിതാവസ്ഥ. പിന്നെന്താണ്? അവകാശങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ അല്ലെ? തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും അറിവില്ലാത്തത് ഈ കുടിയേറി ജോലിക്ക് വേണ്ടി വന്നവർക്ക് അവരെ ചൂഷണം ചെയ്യാൻ കാരണമാകും അല്ലെ? ഈ ജോലി സ്ഥലത്തില്. പിന്നെന്താണ്? കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങളോടുള്ള പൊതുസമൂഹത്തിന്റെ മനോഭാവം. കുടിയേറ്റക്കാരോടുള്ള മുൻവിധികളും അവരെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടും കാണും ചിലർ അല്ലെ നമ്മുടെ സമൂഹത്തിന്. ഓക്കെ, അപ്പോ അടുത്തത് നമ്മുടെ ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള ഭാഗമാണ്. അവിടെയും നമുക്കൊരു കുറിപ്പുണ്ട്. ഒരു ചെറിയ പട്ടണത്തിലാണ് റിനു താമസിക്കുന്നത്. സംതൃപ്തമായ ജോലിയും കുടുംബവുമായുള്ള അദ്ദേഹം തന്റെ ജീവിതത്തിൽ യാതൊരു കുറവുമില്ല എന്ന് തന്നെ വിശ്വസിച്ചിരുന്നു. പക്ഷേ റിനുവിന് പലപ്പോഴും അകാരണമായ ഉത്കണ്ഠയും വിഷാദവും അനുഭവപ്പെടുമായിരുന്നു. ഇത് ആരോടെങ്കിലും പങ്കുവെച്ചാൽ മറ്റുള്ളവർ തനിക്ക് മാനസിക രോഗമാണെന്ന് കരുതുമെന്നും തന്നെ ഒറ്റപ്പെടുത്തുമെന്നും അദ്ദേഹം ഭയന്നു. അതിനാൽ റിനു അത് ആരെയും അറിയിച്ചില്ല. ഒരിക്കൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു സെമിനാറിൽ അദ്ദേഹം പങ്കെടുത്തു. അവിടെ നടന്ന ചർച്ചകളിൽ നിന്നും മാനസികാരോഗ്യ വിദഗ്ധരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും
ശാരീരികാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യമെന്ന് റിനു തിരിച്ചറിഞ്ഞു. മാനസികാരോഗ്യത്തെക്കുറിച്ച് ഗുണാത്മകമല്ലാത്ത ചില വഴക്കങ്ങളും മുൻധാരണകളും സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് തന്റെ അവസ്ഥ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തന്റെ മാനസിക പ്രശ്നം അദ്ദേഹം സുഹൃത്തുക്കളോട് പങ്കുവച്ചു. മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സാമൂഹിക അവബോധം സൃഷ്ടിക്കാൻ റിനു സുഹൃത്തുക്കളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അപ്പൊ റിനുവിന്റെ അനുഭവം നമ്മൾ വായിച്ചല്ലേ, ശാരീരികാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് എന്ത്, ഈ മാനസികാരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ അവബോധം മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യാൻ നമുക്ക് പ്രചോദനം നൽകും. അപ്പൊ കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനം, സാമ്പത്തിക സ്ഥാപനം തുടങ്ങിയ സാമൂഹിക സ്ഥാപനങ്ങൾ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളിലും അതിന്റെ അനന്തരഫലങ്ങളിലും ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കാനും സമൂഹശാസ്ത്ര സങ്കല്പം നമ്മെ സഹായിക്കുന്നു. വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നിലും സാമൂഹിക ഘടകങ്ങൾ കാണാൻ കഴിയും. സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം സമീപിച്ചാൽ ഈ സാമൂഹിക വീക്ഷണം രൂപപ്പെടുത്താൻ സാധ്യമല്ല. വ്യക്തിപരമായ ബോധജ്ഞാനത്തിൽ കൂടി മാത്രം വ്യക്തിഗത പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും കാണുന്ന രീതിക്കപ്പുറം പ്രശ്നങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കണം. അപ്പോ വ്യക്തിഗത പ്രശ്നങ്ങൾ കേവലം വ്യക്തിപരമായ പരാജയമായി കാണുന്നതിന് പകരം സാമൂഹിക പ്രശ്നങ്ങളായി തിരിച്ചറിയാൻ സമൂഹ ശാസ്ത്ര സങ്കല്പം നമുക്ക് പ്രാപ്തി നൽകുന്നു. നമ്മൾ പറഞ്ഞു വന്ന എന്തുവാ, വ്യക്തിഗത പ്രശ്നങ്ങൾ കേവലം വ്യക്തിപരമായ പരാജയം ആകുന്നതിന് പകരം, അങ്ങനെ കാണുന്നതിന് പകരം സാമൂഹിക പ്രശ്നങ്ങളായി തിരിച്ചറിയാൻ ഈ സമൂഹ ശാസ്ത്ര സങ്കല്പം നമുക്ക് പ്രാപ്തി നൽകുന്നു. വിവിധ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണം സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നു. ഇതിലൂടെ എന്താണ്, പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. അപ്പോൾ ഇത് കൂടുതൽ ഫലപ്രദമായ സാമൂഹിക നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായകരമാകും. അങ്ങനെ മാറ്റത്തിനായി പ്രവർത്തിക്കാനും സാമൂഹിക നയങ്ങൾ രൂപപ്പെടുത്താനും സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ സവിശേഷതകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വിശാലമായ വ്യക്തിഗത വീക്ഷണം, പിന്നെന്താണ്, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കൽ, പിന്നെന്താണ്, സെൽഫ് റിഫ്ലക്റ്റിവിറ്റി അല്ലെ, സ്വയം പ്രതിഫലനം, പിന്നെന്താണ്, അനുതാപവും സഹിഷ്ണുതയും, പിന്നെ വിമർശനാത്മക ചിന്ത, പിന്നെന്താണ്, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യൽ. അപ്പോൾ അടുത്ത എന്താണ് നമുക്ക് നോക്കാനുള്ളത്, സാമാന്യ ബോധജ്ഞാനം, അതായത് കോമൺ സെൻസ് നോളജും പിന്നെ സമൂഹ ശാസ്ത്ര സങ്കല്പവും, സോഷ്യോളജിക്കൽ ഇമാജിനേഷനും. സമൂഹശാസ്ത്രം അതിന്റെ അറിവ് തേടുന്നത് സാമാന്യ ബോധജ്ഞാനത്തിന്, അതായത് കോമൺ സെൻസ് നോളജിന് അതീതമായാണ്. സമൂഹശാസ്ത്രപരമായ അന്വേഷണത്തിൽ നിന്ന് സാമാന്യ ബോധജ്ഞാനം മനസ്സിലാക്കാനും വിശദീകരിക്കാനും നമുക്ക് സാധിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങളിലെ വ്യത്യസ്ത മാർഗങ്ങളാണ് എന്ത്, സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും. ഇവ പരസ്പര ബന്ധിതവും എന്നാൽ സമൂഹശാസ്ത്രത്തിലെ സവിശേഷമായ ആശയങ്ങളുമാണ്. ഈ ആശയങ്ങൾ രണ്ടും സമന്വയിപ്പിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് സമൂഹവുമായും വിമർശനാത്മകമായി ഇടപഴകാനും സാമാന്യ ബോധത്തിൽ മാത്രം അധിഷ്ഠിതമായ നിലപാട് ഒഴിവാക്കാനും സാധിക്കുന്നല്ലേ. ഇതിലൂടെ വ്യക്തികൾക്ക് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും സാമൂഹിക പെരുമാറ്റങ്ങളുടെയും സാമൂഹിക പ്രശ്നങ്ങളുടെയും എല്ലാം തന്നെ സങ്കീർണതകളെ തിരിച്ചറിയാനും കഴിയുന്നു, വിവേചിച്ചറിയാനും കഴിയുന്നു. സാമൂഹിക പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ സാമാന്യ ബോധജ്ഞാനവും സമൂഹ ശാസ്ത്ര സങ്കല്പവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ സാമാന്യ ബോധജ്ഞാന സമീപനം അഥവാ കോമൺ സെൻസ് നോളജ് അപ്രോച്ച്, അതെന്താണ്, വ്യക്തിഗത വീക്ഷണങ്ങളിലും അനുഭവങ്ങളിലുമായി പരിമിതപ്പെട്ടിരിക്കുന്നു. ഒരാളുടെ മാത്രം അനുഭവങ്ങളിലും അയാളുടെ കാഴ്ചപ്പാടിലും പരിമിതപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും വാർപ്പ് മാതൃക, സ്റ്റീരിയോടൈപ്പ് അടിസ്ഥാനമാക്കിയുള്ള ഉപരിതല വിശദീകരണം മാത്രമേ നൽകുന്നുള്ളൂ അല്ലെ. നമ്മൾ മുമ്പേ പറഞ്ഞു കൗമാരക്കാരെല്ലാം ഉത്തരവാദിത്തമില്ലാത്തവരാന്ന് അല്ലെ, ഒരു സ്റ്റീരിയോടൈപ്പിങ്ങാ. പിന്നെന്താണ്, സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും വിമർശനാത്മക ചിന്തയിലൂടെ സമീപിക്കുന്നില്ല. അതായത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും അവര്
സ്വയം ചിന്തിച്ചൊരു തീരുമാനത്തിലോട്ട് എത്തുന്നില്ല. പകരം എന്താ? മറിച്ച് ഈ സമൂഹത്തില് മജോറിറ്റി പറയുന്ന കാര്യം തന്നെ ഇവരും പറയുന്നുള്ളൂ. അപ്പൊ അടുത്തത് എന്താണ്? സമൂഹശാസ്ത്ര സങ്കല്പ സമീപനം, അതായത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ച്. വ്യക്തിഗത അനുഭവങ്ങളെ വലിയ സാമൂഹിക ഘടനകളുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ഇതിന്റെ വ്യാപ്തി വലുതാണ്. സാമൂഹിക ഘടകങ്ങൾ വ്യക്തികളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. പിന്നെന്താണ്? വ്യക്തിപരമായ അനുഭവങ്ങളും സാമൂഹിക ഘടനകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള മൈക്രോ മാക്രോ റിലേഷൻഷിപ്പ്, അഥവാ സൂക്ഷ്മ സ്ഥൂല ബന്ധങ്ങൾ കണ്ടെത്തുന്നതിന് സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. സമൂഹശാസ്ത്ര സങ്കല്പം നമ്മെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നു. വ്യക്തിജീവിതവും സാമൂഹിക ഘടനകളും തമ്മിലുള്ള സങ്കീർണമായ പരസ്പരബന്ധം മനസ്സിലാക്കാനും അഭിസംബോധന ചെയ്യാനും സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ പ്രാപ്തരാക്കുന്നു. അങ്ങനെ സാമൂഹിക ജീവിതത്തെ സമ്പന്നമാക്കുന്ന ശക്തമായ ഒരു ഉപകരണവും നൈപുണിയും സമീപനവുമായി സമൂഹ ശാസ്ത്ര സങ്കല്പം മാറുന്നു.